ഹലോ, നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ ഇൻവേഴ്സ് കോസ് 3π/5യുടെ വാല്യൂ എന്താണ്? π/10 3π/5 മൈനസ് π/10 മൈനസ് 3π/5. ഇതിൽ സൈൻ ഇൻവേഴ്സ് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ലൈ ബിറ്റ്വീൻ -π/2 ആൻഡ് π/2. ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇതാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ മാത്രമേ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആവുള്ളൂ. അപ്പം അല്ലാത്ത സമയത്ത് അതിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയല്ലോ. സൈൻ ഇൻവേഴ്സ് നമുക്കിങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് കോസിന് സൈൻ്റെ ടേമിൽ എഴുതാം, കാരണം ഇവിടെ സൈൻ ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ സൈനിൻ്റെ ടേമിൽ എഴുതണം. അപ്പോൾ can you write cos in terms of sin? നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ π/2 മൈനസ് എക്സ്, π/2 മൈനസ് 3π/5. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് സൈൻ, ഇത് 5π മൈനസ് 6π, ഇറ്റ് ഈസ് -π/10. സൈൻ ഇൻവേഴ്സ് സൈൻ മൈനസ് π/10. നോക്കൂ, ഈ -π/10 എന്ന് പറയുന്നത് -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് ആൻസർ വിൽ ബി -π/2. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി നമുക്കൊരു മാട്രിക്സിലെ ക്വസ്റ്റ്യൻ ചെയ്താലോ. എയും ബിയും രണ്ട് മാട്രിക്സാണ്, എക്സും വൈയും വേറെ രണ്ട് മാട്രിക്സാണ്. AB പ്ലസ് XYയുടെ വാല്യൂ എന്താണ്? നോക്കൂ, ഇതൊക്കെ മാട്രിക്സ് ആണ് കേട്ടോ. ഇതൊക്കെ മാട്രിക്സസ് ആണ്, 1/1 മാട്രിക്സ് ആണ്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് AB പ്ലസ് XY? എങ്ങനെ ചെയ്യാം? യു ഫസ്റ്റ് ഫൈൻഡ് AB. AB പറഞ്ഞാൽ A പറഞ്ഞാൽ 2 -3 4. B പറഞ്ഞാൽ കോളം മാട്രിക്സ് ആണ്, 3 2 2. അപ്പോൾ AB പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ റോ ആദ്യത്തെ കോളമായിട്ട് മൾട്ടിപ്ലൈ. ഇത് ഫസ്റ്റ് റോ 3 കോളമാണ്, 1/3 ആണ്. ഇത് 3/1 ആണ്. അപ്പോൾ 1/3യും 3/1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 1/1. നോക്കാം, ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 × 3 it is 6 plus -3 × 2 it is -6 plus 4 × 2 8. അപ്പോൾ ABയുടെ വാല്യൂ 8 ആണ്. ഒന്നുകൂടി പറയാം, 2 × 3 plus -3 × 2 plus 4 × 2 8. അത് ആഡ് ചെയ്താൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് as 8. ഇനി നമുക്ക് XY കാണാം. വാട്ട് ഈസ് XY? XY എന്താണ്? ഇറ്റ് ഈസ് 1 2 3 × 2 3 4. ഇതേപോലെ എന്തായിരിക്കും XYയുടെ വാല്യൂ? 1 × 2 that is 2 plus 2 × 3 that is 6 plus 3 × 4 that is 12. ഇതാണ് XYയുടെ വാല്യൂ. അപ്പോൾ XYയുടെ വാല്യൂ എത്രയാ? 18ഉം 2ഉം 20. അപ്പോൾ XYയുടെ വാല്യൂ 20, ABയുടെ വാല്യൂ 8. അപ്പം XY പ്ലസ് ABയുടെ വാല്യൂ 28. Therefore the answer will be 28. ശ്രദ്ധിക്കണം, ഈ 28 അല്ല, കാരണം മാട്രിക്സ് 28 ആണ്. ഓക്കെ, ഇനി നമുക്ക് മാട്രിക്സിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിനൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് +3 = 0. എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കൂ, 3 0 -1 1. നമുക്ക് ഡിറ്റർമിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചോളൂ, അതാണ് നന്നാവുക. അതായത് ഇവിടെ നോക്കൂ, ഈ സെക്കൻഡ് റോയിലെ എല്ലാ സ്ഥലത്തും എക്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ എക്സിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? x into determinant എന്ത് കിട്ടും? 2 3 2 1 1 1 4 9 1 plus 3 is equal to 0. എന്താ ചെയ്തത്? ഡിറ്റർമിനൻ്റ് ആകുമ്പം ഏതെങ്കിലും ഒരു റോയിൽ കോമൺ ടേം ഉണ്ടെങ്കിൽ പുറത്തെടുക്കാമെന്നാണ് ഡിറ്റർമിനൻ്റ് ആകുമ്പോൾ. അപ്പോൾ ഇവിടെ x ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. അപ്പോൾ x into that വരും. ഇനി ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് സിംപ്ലിഫൈഡ് മെത്തേഡിൽ ചെയ്യാൻ ഈ 1 1 1 ഫസ്റ്റ് റോയിലായാൽ എളുപ്പമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 1 1 1 1 എന്നുള്ളത് ഫസ്റ്റ് റോയിൽ ഇടുക, ഈ 2 3 2 എന്നുള്ളത് സെക്കൻഡ് റോയിൽ ഇടുക. അപ്പോൾ എന്താ വരിക?
this is equal to, this implies minus x into, അതായത് റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ, റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക? സൈൻ മാറും. അപ്പോൾ ഈ 1 1 1 ഉള്ളത് ഫസ്റ്റ് റോയിൽ ഇടുക, 2 3 2 ഉള്ളത് സെക്കൻഡ് റോയിൽ ഇടുക. അപ്പോൾ എന്താ? മൈനസ് എക്സ് ഇൻറ്റു 1 1 1, പിന്നെ 2 3 2, 4 9 1 പ്ലസ് 3 is equal to 0. Is it very simple? ഇനി എന്താ ഐഡിയ? ഈ 1 1 1 വന്നാൽ എന്താ ഏറ്റവും നല്ല ഐഡിയ? നിങ്ങൾക്കറിയാമല്ലോ, റോന്ന് റോയിലേക്ക് സബ്ട്രാക്ട് ചെയ്യാം, കോളത്തിലേക്ക് സബ്ട്രാക്ട് ചെയ്യാം, എക്സെട്ര. അപ്പോൾ ഈ 1നെ 0 ആക്കുക, ഈ 1നെ 0 ആക്കുക. അപ്പോൾ 2 ട്രാൻസ്ഫോർമേഷൻസ് എഴുതിയാൽ മതി. എന്താ 2 ട്രാൻസ്ഫോർമേഷൻസ്? കോളം 2 യൂസ്, റൈറ്റ്? കോളം 2 is equal to column 2 minus column 1, column 2 is equal to column 2 minus column 1, column 3 is equal to column 3 minus column 1. ഈ 2 റൺ ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? This implies minus x into ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുക, 1 2 4. ഇനി സെക്കൻഡ് കോളത്തിനെ ഇവിടെ കണ്ടോ, 1 minus 1 0, 3 minus 2 5 9 minus 4. അതാണ് കോളം 2 മൈനസ് കോളം 1. ഇനി കോളം 3 മൈനസ് കോളം 1, കോളം 3 മൈനസ് കോളം 1. അപ്പോൾ 1 മൈനസ് 1 0, 2 മൈനസ് 2 0, 1 മൈനസ് 4 മൈനസ് 4, മൈനസ് 3 പ്ലസ് 3 is equal to 0. നോക്കൂ, ഇത് ഫസ്റ്റ് നോക്കൂ, ഇവിടെ 1 അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദിസ്? അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണെങ്കിൽ ഇത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 1 into 1 into minus 3 ആണ്. അപ്പോൾ ദ വാല്യൂ വിൽ ബി എക്സ് ഇൻറ്റു മൈനസ് 3 അല്ലേ? ഇറ്റ് വിൽ ബി മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 3 പ്ലസ് 3 is equal to 0. Is that clear? It is minus x into minus 3. It is minus x into minus 3. It is x into 3 plus 3 is equal to 0. What is the value of x? X is equal to minus 1. Therefore, the answer will be minus 1. C is the answer. Okay. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. നമുക്ക് ഈ 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to pi by 8 tan square 2x dx equals, കുറേ ചോയ്സ് ഉണ്ട്. 4 minus pi by 8, 4 plus pi by 8, 4 minus pi by 4, 4 minus pi by 2. ഇത് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യം ചെയ്യായിരുന്നു. സെക്കൻഡ് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതായിരുന്നു അല്ലേ? അപ്പോൾ 2xന് ടി കൊടുക്കാം. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യു പുട്ട് 2x ഈക്വൽസ് ടി. 2xന് ടി കൊടുത്താൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി എക്സ് മാറും, പിന്നെയോ ലിമിറ്റ് മാറും. ലിമിറ്റ് എങ്ങനെയാണ് മാറുക? ആദ്യം ലിമിറ്റ് നോക്കാം. ഈസ് ഈക്വൽ ടു എക്സ് 0 ആകുമ്പം ടിയുടെ വാല്യൂ 0 ആണ്. ആദ്യം 2dx dt ആണ്. ഇനി എക്സ് 0 ആകുമ്പം ഇഫ് എക്സ് 0 ടി ഈസ് ഈക്വൽ ടു 0. ഇഫ് എക്സ് ഈക്വൽസ് pi by 8 then t will be 2 into pi by 8. What is 2 into pi by 8? Pi by 4. Therefore, the limit becomes integral 0 to pi by 4. Tan square t into dx ന് പകരം what is 2dx ആണ് dt. അപ്പോൾ dt-യുടെ ടേമിൽ എഴുതെങ്ങനെയാണ്? dt by 2. dt by 2. ഇത് 1/2 പുറത്തെടുത്തോളൂ. ഇനി ടാൻ സ്ക്വയർ ടി നിങ്ങൾക്ക് അറിയാം. ടാൻ സ്ക്വയർ ടി റെഡിലി ഇൻ്റഗ്രബിൾ ആക്കുക എങ്ങനെയാണ്? യു ക്യാൻ റൈറ്റ് ടാൻ സ്ക്വയർ ടി ആസ് സീക്കൻഡ് സ്ക്വയർ ടി മൈനസ് 1 ഇൻ്റഗ്രൽ 0 to pi by 4 1/2. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻ്റഗ്രൽ സീക്കൻഡ് സ്ക്വയർ ടി നിങ്ങൾക്ക് അറിയാം. എത്രയാ? ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് സീക്കൻഡ് സ്ക്വയർ ടി? ഇറ്റ് ഇസ് ടാൻ ടി മൈനസ് 1 ഇൻ്റഗ്രൽ ടി 0 to pi by 4.
അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുത്താൽ പ്രശ്നമില്ല, കാരണം ടാൻ 0 0 ആണ്, ടിയും 0 ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടാൻ പൈ ബൈ 4 ഇസ് 1 മൈനസ് പൈ ബൈ 4. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 4 മൈനസ് പൈ ബൈ 8. ദ വാല്യൂ വിൽ ബി 4 മൈനസ് പൈ ബൈ 8. ആൻസർ ഇസ് 4 മൈനസ് പൈ ബൈ 8. അപ്പോൾ വാട്ട് ഇസ് ആൻസർ? എ ഇസ് ഓപ്ഷൻ. എ ഓപ്ഷനാണ് കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് വെക്ടേഴ്സിലെ ചോദ്യം ആയാലോ. ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബിയുടെ വാല്യൂ ഹാഫ് മോഡ് എ മോഡ് ബി ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്താണ്? അതാണ് ചോദ്യം അല്ലേ? ശരിക്കും എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താ? 0, 30, 60, 90. എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താ? മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്. എ ഡോട്ട് ബിയുടെ വാല്യൂ അതാണ്, അതെല്ലാവർക്കും അറിയാം. എ ഡോട്ട് ബിയുടെ വാല്യൂ ഇറ്റ് ഇസ് മോഡ് എ മോഡ് ബി കോസ് തീറ്റ. തന്നിട്ടുണ്ട് മോഡ് എ മോഡ് ബി കോസ് തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഹാഫ് മോഡ് എ മോഡ് ബി. അത് ഹാഫ് മോഡ് എ മോഡ് ബി ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെട്ടിക്കൂടെ? മോഡ് എ വിൽ ഗെറ്റ് ക്യാൻസൽഡ്, മോഡ് ബി വിൽ ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ എന്ത് കിട്ടും? കോസ് തീറ്റയുടെ വാല്യൂ 1/2 കിട്ടും. അത്രയേ ഉള്ളൂ. കോസ് തീറ്റയുടെ വാല്യൂ 1/2 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 60 degrees. Pi by 3 or 60 degrees. It will be pi by 3 or 60 degrees. The answer will be 60 degrees. 3 is answer. C is answer. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം 3-dimensional geometry question ആണ്. There are two lines and they are perpendicular to each other. ലൈൻസിൻ്റെ സ്റ്റൈൽ നോക്കൂ. x equals ay plus b. ലൈൻസ് സിമെട്രിക് ഫോമിലല്ല. കുറേ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ലൈൻസ് ആദ്യം ലൈൻസ് നിങ്ങൾക്കറിയാലോ ലൈനിൻ്റെ ഫോമുല. ആദ്യത്തെ ലൈനെ നമുക്ക് വൃത്തിയിലാക്കാം. ഇറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു എ വൈ പ്ലസ് ബീനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. എക്സ് മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു വൈ. അതേപോലെ z ഈക്വൽസ് സി വൈ പ്ലസ് ഡി ഉണ്ട്. z ഈക്വൽസ് സി വൈ പ്ലസ് ഡി. അതിനെ y ഈക്വൽസ് ആക്കി എഴുതിയാൽ എന്താ വരിക? y ഈക്വൽസ് ആക്കി എഴുതിയാൽ y ഈക്വൽസ് z മൈനസ് ഡി ബൈ സി. അപ്പം ഇതും y ആണ്, ഇതും y ആണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ക്ലബ് ചെയ്താൽ എന്ത് പറയാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് ബി ബൈ എ is equal to y is equal to z minus d by c. നമുക്കിനി വൈനെ എങ്ങനെ എഴുതിക്കൂടെ? y by 1. ആ വൈനെ y മൈനസ് 0 ആക്കി വെച്ചൂടെ? അപ്പോൾ ഇത് എന്താണ്? ഇറ്റ് ഇസ് എ ലൈൻ ഇൻ ദ സിമെട്രിക് ഫോം. നമ്മൾ ഈ വരേനെ നമ്മൾ സിമെട്രിക് ഫോമിൽ എഴുതി. ദിസ് ഇസ് എ സിമെട്രിക് ഫോം ഓഫ് ദറ്റ് ലൈൻ. അപ്പം ഈ ലൈനിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പെർപെൻഡിക്കുലർ ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക എപ്പോഴാണ്? ലൈൻസ് പെർപെൻഡിക്കുലർ ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ പാരലൽ വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആവുക. ഈ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ. ഈ ലൈനിൻ്റെ ഡി ആർ ആണ് A1C. അപ്പോൾ അതേപോലെ തന്നെയല്ലേ അടുത്തും എക്സ് ഈക്വൽസ് എ ഡാഷ് വൈ ബി ഡാഷ് പ്ലസ് ബി ഡാഷ് സെഡ് ഈക്വൽ ടു സി ഡാഷ് വൈ പ്ലസ് ഡി ഡാഷ്. അപ്പോൾ അതേപോലെ മറ്റേത് ചെയ്താൽ മറ്റേ ലൈൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എക്സ് മൈനസ് ബി ഡാഷ് by a dash is equal to y by 1 y minus 0 by 1 is equal to z minus d dash divided by c dash. അതാണ് മറ്റേ വര. ഈ രണ്ട് വര പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താവണം? ഇതിൻ്റെ ഡി ആറും അതിൻ്റെ ഡി ആറും കൂടി ഡോട്ട് ചെയ്താൽ 0 ആണ്. കാരണം ഈ വരയുടെ പാരലൽ വെക്ടർ എന്താ? എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ. ഈ വരയുടെ പാരലൽ വെക്ടർ എന്താ? എ ഡാഷ് ഐ പ്ലസ് ജെ പ്ലസ് സി ഡാഷ് കെ. അപ്പോൾ ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ ഡി ആറും ഇതിൻ്റെ പാരലൽ വെക്ടറും ഇതിൻ്റെ പാരലൽ വെക്ടറും കൂടി ഡോട്ട് ചെയ്താൽ 0 ആണ്. ഇതിൻ്റെ പാരലൽ വെക്ടറാണ് എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ.
ഈ വരയുടെ പാരലൽ വെക്ടറാണ് എ ഡാഷ് ഐ പ്ലസ് ജെ പ്ലസ് സി ഡാഷ്. അപ്പോൾ അത് രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ 0 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ ഡോട്ട് എ ഡാഷ് ഐ പ്ലസ് ജെ പ്ലസ് സി ഡാഷ് കെ. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഇസ് എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ ഡോട്ട് എ ഡാഷ് ഐ പ്ലസ് ജെ plus c dash k should be 0. Vectors, parallel vectors to the lines should be perpendicular. But dot product is 0. So what you get? It is a dash plus 1, j into j dot j is 1 plus c dash. So should be 0. This is the condition. a dash plus 1 plus c dash equals 0. The main aspect is write the lines in the symmetric form. ഇതാണ് സിമെട്രിക് ഫോം. അപ്പോൾ ഒരു ലൈൻ എഴുതി അതേപോലെ മറ്റേ ലൈനും എഴുതാം. അപ്പോൾ ഈ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് എ ഐ പ്ലസ് ജെ പ്ലസ് സി കെ, മറ്റേ ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് എ ഡാഷ് ഐ പ്ലസ് ജെ പ്ലസ് സി ഡാഷ് കെ. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇറ്റ് ഈസ് എ ഡാഷ് പ്ലസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ ആൻസർ? എ ഡാഷ് പ്ലസ് സി ഡാഷ് പ്ലസ് 1 is equal to 0. ആൻസർ വിൽ ബി ഡി. ഓപ്ഷൻ ഡി ഇസ് ആൻസർ. റൈറ്റ്. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. രണ്ട് പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ആ കെയുടെ വാല്യൂ എന്താണ് നോക്കൂ. രണ്ട് പ്ലെയിൻസ് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? 2 planes are perpendicular. What is the value of k? ഇതാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയിൻസ് നോക്കൂ. ഇതാണ് പ്ലെയിൻസ്. ഒരു പ്ലെയിൻ ഇങ്ങനെയാണ്, മറ്റേ പ്ലെയിൻ ഇങ്ങനെയാണ്. അപ്പോൾ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറും ഡോട്ട് ചെയ്താൽ 0 ആവും. പ്ലെയിനിന് എപ്പോഴും ഒരു പെർപെൻഡിക്കുലർ വെക്ടർ ഉണ്ട്. പ്ലെയിനിന് പെർപെൻഡിക്കുലർ വെക്ടർ ഇല്ലാതെ പ്ലെയിൻ നിൽക്കാൻ പറ്റില്ല. പ്ലെയിനിൻ്റെ ചെരിവ് നിശ്ചയിക്കുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടറാണ്. അപ്പം ഈ പ്ലെയിൻ്റെ, അതായത് ഈ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഐ മൈനസ് 2j പ്ലസ് 4k. അങ്ങനെ ആലോചിച്ചാൽ മതി. അതുപോലെ മറ്റേ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് 18i, എക്സിൻ്റെ കൂടുതലാണ്, 18i പ്ലസ് 17j പ്ലസ് kk, k ക്യാപ്പ്. ആ കെയും കൂടി കൺഫ്യൂസ് ആവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും, അത്രയേ ഉള്ളൂ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും അല്ലേ? അത് രണ്ടും കൂടി ഡോട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? i മൈനസ് 2j പ്ലസ് 4k ഡോട്ട് 18i പ്ലസ് 17j പ്ലസ് kk. ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാം, a1 a2 a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അപ്പോൾ 1 into 18 that is 18, പിന്നെ പ്ലസ് മൈനസ് 2 into 17 മൈനസ് 34, പിന്നെ പ്ലസ് 4k 0 ആണ് അല്ലേ? അപ്പോൾ 4kയുടെ വാല്യൂ എന്താവണം? 4kയുടെ വാല്യൂ 16 ആവണം അല്ലേ? 16 18 അല്ലെങ്കിൽ 34, ശരിയാണ്, 16 ആവണം. അപ്പോൾ കെയുടെ വാല്യൂ എന്താവണം? 4 അല്ലേ? k = 4. അപ്പോൾ k = 4 ആണ് ഉത്തരം. അപ്പോൾ k = 4 ആണ് ഉത്തരം. അപ്പോൾ 4 ഉണ്ടോ ചോയ്സ്? യെസ്, ബി ഇസ് ആൻസർ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് എട്ടാമത്തെ LPP-യിൽ ഒരു ചോദ്യം നോക്കാം. LPP-യിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹാസ് ദ സെയിം മാക്സിമം വാല്യൂ 2 കോർണേഴ്സ് പോയിന്റ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറേ ലൈൻസ് ഉണ്ടാവും, അതൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഇടയിൽ നമ്മൾ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഫീസിബിൾ റീജിയൻ്റെ കോർണേഴ്സിലായിരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ടാവുക. അത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞാൽ ദ സെഡ് മാക്സ്, കണ്ടോ? സെഡ് മാക്സ്, ഇതാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ. സെഡ് മാക്സ് അല്ലെങ്കിൽ സെഡ് മിൻ. ഒന്നുകിൽ സെഡ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ സെഡ് മിനിമൈസ് ചെയ്യുക. ആ സെഡ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഉദ്ദേശിക്കുന്നത്. ലീനിയർ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ will be lying on the feasible region and the optimized value will be lying in the corners of the feasible region. കോർണേഴ്സിലുണ്ടാവുക. അപ്പോൾ കോർണേഴ്സിലാകുമ്പം ഒരു ഫീസിബിൾ റീജിയൻ കോർണേഴ്സിലാകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചോളൂ, ഇങ്ങനെ ഫീസിബിൾ റീജിയൻ ചോദിച്ചോളൂ. അപ്പോൾ ഇതാണ് ഫീസിബിൾ റീജിയൻ ചോദിച്ചോളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ്, ഇപ്പോൾ എ ഒരു പോയിൻ്റാണ്, ബി ഒരു പോയിൻ്റാണ്. അപ്പം എ എന്നുള്ള പോയിന്റിൽ കൊടുത്താലുള്ള സെഡ് മാക്സും ബി എന്നുള്ള പോയിന്റ് കൊടുത്താലുള്ള സെഡ് മാക്സും, അതായത് സെഡ് പറഞ്ഞാൽ ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതിൽ എ എന്നുള്ള പോയിന്റ് കൊടുത്താലുള്ള വാല്യൂ ബി എന്നുള്ള
പോയിന്റ് കൊടുത്ത ആളുടെ വാല്യൂ സെയിം ആയാൽ കണ്ടോ ഹാസ് ദ ഫീസിബിൾ റീസൺ ദ നമ്പർ ഓഫ് പോയിന്റ്സ് അറ്റ് വിച്ച് സെറ്റ് മാക്സ് ഓക്സസ് കണ്ടോ ഹാസ് ദ സെയിം മാക്സിമം. എ എന്നുള്ള പോയിന്റിൽ സെഡ് കൊടുത്താലും ബി എന്നുള്ള പോയിന്റിൽ കൊടുത്താലും മാക്സിമം തന്നെയാണെങ്കിൽ ഒരേ വാല്യൂ ആണ് ആൻഡ് ഇറ്റ് ഈസ് എ മാക്സിമം ആണെങ്കിൽ എന്താ സംഭവിക്കുക ഈ എ ബി എന്നുള്ള പോയിന്റ് വരയുടെ മുകളിലുള്ള എല്ലാ പോയിന്റും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. അതൊരു കൺസെപ്റ്റാണ്. അതായത് കോർണേഴ്സിലാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവുക. ഏതെങ്കിലും രണ്ട് കോർണേഴ്സിൽ ഒരേ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ആയാലും കുഴപ്പമില്ല മിനിമം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഹാസ് ദ സെയിം മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ മുകളിൽ മുകളിലുള്ള എല്ലാ പോയിൻറ്റും ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ എ ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ് ഉള്ളിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അതുകൊണ്ട് ആൻസർ വിൽ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഡി ഈസ് ആൻസർ. അതൊരു കൺസെപ്റ്റാണ്. വേറെ ആണെങ്കിൽ ദർ വിൽ ബി ആ കോർണേഴ്സിൽ മാത്രമേ സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു കൺസെപ്റ്റ് അതാണ്, രണ്ട് പോയിന്റിൽ ഫീസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. പ്രോബബിലിറ്റിയിലെ ചോദ്യമാണ്. ഫ്രം ദ സെറ്റ് 1 2 3 4 5 2 numbers A and B are chosen at random. ശ്രദ്ധിക്കുക, A not equal to B. ശ്രദ്ധിക്കണേ, A is not equal to B. അപ്പം 2 numbers are chosen. First you can choose in 5 ways, then you can choose in 4 ways. കാരണം ആകെ 5 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ പ്രോബബിലിറ്റിയിൽ എപ്പോഴും അടിസ്ഥാനമായിട്ട് നോക്കേണ്ടത് ചോദ്യം എന്താ? A by B ഇൻറ്റിജർ ആവണം. A by B ഷുഡ് ബി എൻ ഇൻറ്റിജർ. ഡിവൈഡഡ് ബൈ എയും ബിയും കൂടി ഡിവൈഡ് ചെയ്താൽ ഇൻറ്റിജർ കിട്ടണം, ഫ്രാക്ഷൻ ആവരുതെന്ന് അർത്ഥം. ഇപ്പോൾ 2/3 വരാൻ പാടില്ല, 4/5 വരാൻ പാടില്ല, പക്ഷേ 4/1 വരാം, 4/2 വരാം, പക്ഷേ 2/4 വരാൻ പാടില്ല. അങ്ങനെ അപ്പോൾ ഓരോ ചാൻസ്. അപ്പം ചാൻസ് നോക്കുമ്പോൾ എപ്പോഴും എന്താ നോക്കേണ്ടത്? ടോട്ടൽ കേസസ് നോക്കണം, അതിൽ അനുകൂല സാഹചര്യം മുകളിൽ ഉണ്ടാവണം. അപ്പം ഡിനോമിനേറ്റർ വിൽ ബി ദ ടോട്ടൽ കേസസ്. എത്ര ടോട്ടൽ കേസ് ഉണ്ടാവും നോക്കാം? 1 2 3 4 5. A not equal to B ആണ്. What are the total cases? Denominator will be the total cases. A can be chosen in 5 ways. അതേ എ എടുത്ത എ പിന്നെ എടുക്കാൻ പാടില്ല. കാരണം എന്താ? A is not equal to B. എയും ബിയും ഈക്വൽ അല്ലാത്തതുകൊണ്ട് B can be chosen only in 4 ways. Using fundamental principle of counting, it can be done in 20 ways. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് 20 ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഇസ് 20. അപ്പോൾ പ്രോബബിലിറ്റിയിലെ ഡിനോമിനേറ്റർ 20 ആണ്. ഇപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റിയിലെ ഡിനോമിനേറ്റർ 20 ആണ്. ഇനി വി ആർ കൺസേൺ വിത്ത് ന്യൂമറേറ്റർ. ഫേവറബിൾ കേസ് വേണം, ഫേവറബിൾ കണ്ടീഷൻസ് ആണ് ഇനി വേണ്ടത്. ഫേവറബിൾ കണ്ടീഷൻസ് എന്താ വരിക നോക്കുക, അത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. യു ജസ്റ്റ് കൗണ്ട് ഇറ്റ്. നോക്കൂ, ഈ ബി പറയുന്നത് 1 ആവുന്ന സമയത്തൊക്കെ ഓക്കെ അല്ലേ? കാരണം 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ഇൻറ്റീജറാണ്. അപ്പം 2/1 കുഴപ്പമുണ്ടാവില്ല, 3/1 കുഴപ്പമുണ്ടാവില്ല. കാരണം 3/1 എ ബി പറഞ്ഞാൽ ഇങ്ങനെ വെച്ചോളൂ, എ ബി. യു ആർ ടേക്കിംഗ് ദോസ് കൈൻഡ് ഓഫ് എ ബീസ്. അപ്പോൾ ബി 1 ആയാൽ പ്രശ്നമില്ല, കാരണം 2/1. 2/1 is 2, 3/1 is 3, 4/1 is 4, പിന്നെ 5/1 is 5. പിന്നെന്താ ഉണ്ടാവുക? 2/4 പറ്റില്ല, 4/2 പറ്റും അല്ലേ? 4/2 പറ്റും. അങ്ങനെ 4/2 is 2. അല്ലാതെ ഇനി ഒന്നും ഉണ്ടാവില്ലല്ലോ. 5/3 ഉണ്ടാവില്ല, 5/2 ഉണ്ടാവില്ല, 5/1 ഓൾറെഡി എടുത്തു. അപ്പോൾ 1 2 3 4 5 കേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫേവറബിൾ കേസ് 5 കേസ്. അപ്പോൾ വാട്ട് ഇസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി? ടോട്ടൽ പ്രോബബിലിറ്റി is 20, ഫേവറബിൾ കേസ് is 5. Therefore the required probability is 5/20. 5/20 is 1/4. 1/4 in the choice? Yes. B is answer. 1/4 is answer. Again, probability ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം. A bag contains 3 white, 4 black, 2 red. ഒരു ബാഗിൽ 3 വെള്ള ബോൾ ഉണ്ട്, 4 ബ്ലാക്ക് ബോൾ ഉണ്ട്, 2 റെഡ് ബോൾ ഉണ്ട്. 2 balls are drawn at random without replacement. 2 balls are drawn without replacement. You are taking 1 by 1. ആദ്യം ഒന്നെടുത്തു, പിന്നെ അത് തിരിച്ചു വെക്കാതെ വീണ്ടും ഒന്നുകൂടി എടുത്തു. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് സക്സസീവ് ഡ്രോ ആണ്. Then the probability that both balls are white. രണ്ടും വൈറ്റ് ആവാനുള്ള സാധ്യത എന്താ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് യു ക്യാൻ ടേക്ക് എത്രയാ? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് യു ക്യാൻ ബി ടേക്കൺ? ബോത്ത് ബോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, അതായത് 3 വെള്ള ബോൾ, 4 ബ്ലാക്ക് ബോൾ, 2 ആകെ എത്ര ബോളുണ്ട്? 3 4 7 2 9 ബോൾസാണ് ഉള്ളത്. അപ്പോൾ ആകെ 9 ബോൾസാണ് ഉള്ളത്. ഈ കൊട്ടയിൽ 9 ബോൾസാണ്.
3 വെള്ള ബോളുണ്ട്, 4 ബ്ലാക്ക് ബോളുണ്ട്, പിന്നെ 2 റെഡ് ബോൾസ് ഉണ്ട്. അപ്പോൾ 4 2 6 3 9 ബോൾസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ബോൾ എടുത്ത് ടോട്ടൽ വേസ് ആണ് ആദ്യം നോക്കണ്ടേ. വാട്ട് ഇസ് ദ ടോട്ടൽ വേസ്? ടോട്ടൽ കേസസ്. ടോട്ടൽ കേസസ്. ആദ്യം ഒരു ബോൾ എടുത്തു. എത്ര ബോൾ ഉണ്ട്? 3 4 7 2 9 ബോൾ. അപ്പോൾ ഫസ്റ്റ് ബോൾ ക്യാൻ ബി ടേക്കൺ ഇൻ 9 വേസ്. ഇത് സക്സസീവ് ഡ്രോ. കാരണം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് സക്സസീവ് ഡ്രോ ചോദിച്ചാൽ മതി. യു ആർ ടേക്കിംഗ് 1 by 1. ആദ്യത്തെ ബോൾ ക്യാൻ ബി ടേക്കൺ ഇൻ 9 വേസ് അല്ലേ? 9 വേസ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോൾ? സെക്കൻഡ് ബോൾ ക്യാൻ ബി ചൂസൺ ഇൻ ഹൗ മെനി വേസ്? ഫസ്റ്റ് ബോൾ ക്യാൻ ബി ചൂസൺ ഇൻ 9 വേസ്. ആദ്യത്തെ ബോൾ എടുക്കുന്നില്ല, അതിൽ തന്നെ തിരിച്ചു വയ്ക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ബോൾ എത്രത്തിൽ ഒഴിക്കാം? 8 വേസ് അല്ലേ? അപ്പോൾ 9 into 8. യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ 9 into 8 വേസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇസ് 9 into 8. അവിടെ വയ്ക്കാം, ഒന്നും ചെയ്യണ്ട. അതാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ ഓഫ് ദ പ്രോബിലിറ്റി ഇസ് 9 into 8. അവിടെ വയ്ക്കാം, ഒന്നും ചെയ്യണ്ട. ടോട്ടൽ കേസ് ഇസ് 9 by 8. ഇനി വാട്ട് ഇസ് ദ പ്രോബിലിറ്റി? ബോത്ത് ബോൾസ് ആർ വൈറ്റ്. ബോത്ത് ബോൾസ് ആർ വൈറ്റ്. അതാണ് ഫേവറബിൾ വേസ്. വാട്ട് ഇസ് എ ഫേവറബിൾ വേസ്? ബോത്ത് ഷുഡ് ബി വൈറ്റ്. അപ്പോൾ ആദ്യത്തെയും വെള്ളയാവണം, രണ്ടാമത്തെയും വെള്ളയാണ്. അപ്പോൾ ആദ്യത്തെ വെള്ള എത്ര വെള്ളയുണ്ട്? 3 വെള്ളയുണ്ട്. അപ്പോൾ ആദ്യം ഒരു വെള്ള എടുത്തു. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഇൻ 3 വേസ്. ആ വെള്ളം തിരിച്ചു വയ്ക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം എടുക്കാൻ എത്രത്തിൽ പറ്റും? 2 വേസ്. അപ്പോൾ 3 into 2. വാട്ട് ഇസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി? 3 into 2 divided by 9 into 8. That's enough. For required probability is 3 into 2 divided by 9 into 8. What is the answer? 3 2 6. 3 into 2 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 3 into 2 by 9 into 8. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 2 will go 4 times. പിന്നെ 3 will go here 3 times. അപ്പോൾ ആൻസർ will be 1 by 12. 1 by 12 ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 1 by 12. C is answer. Okay. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 11. F from R2R is given by f of x equals 3 minus x cube whole raised to 1 by 3. Then f of x is equal to. ഇതെന്താ വെച്ചാൽ ഇത് ഈ ഫംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. അതാണല്ലേ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആയാൽ എഫ് ഓഫ് എക്സ് എക്സ് ആയിരിക്കും. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ആവണമെങ്കിൽ ജിയും എഫും ഇൻവേഴ്സസ് ആവണം. വാട്ട് ഈസ് ബീങ് ഡൺ ബൈ എഫ് ഷുഡ് ബി അൺഡൺ ബൈ ജി. അപ്പോൾ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആയാൽ എന്താ വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എപ്പോഴും എക്സ് ആണ്. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എപ്പോഴും എക്സ് ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സും ഈക്വൽ ആവുന്ന സമയത്ത് എന്താ വരിക? എഫ് ഓഫ് എക്സ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവുന്ന ഒരു ഫംഗ്ഷന് പേരുണ്ട്. വി കോൾ ഇറ്റ് സിമെട്രി ഫംഗ്ഷൻ. അപ്പോൾ എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനാണിത്. നോക്കാം നമുക്ക്. ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എങ്ങനെയാണ് കാണാം? 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1 by 3 ആണ് വൈ. അപ്പം 3 മൈനസ് എക്സ് സ്ക്വയർ എന്താ? 3 മൈനസ് എക്സ് ക്യൂബ് എന്താ? വൈ ക്യൂബാണ്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ വാല്യൂ എന്താ? ഇറ്റ് ഇസ് എക്സ് ക്യൂബിൻ്റെ വാല്യൂ 3 മൈനസ് വൈ ക്യൂബ്. Or what is the value of x? Therefore, x is equal to 3 minus y cube whole raised to 1 by 3. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാതെ തോന്നുന്നു. വൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, എക്സിനെ വൈയുടെ ടേമിൽ എഴുതുക, എന്നിട്ട് വൈയും എക്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ വാട്ട് യു ഗെറ്റ്? എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇതിൽ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽസ് 3 മൈനസ് വൈ ക്യൂബ്. പിന്നെ വരിക എക്സ് ഈക്വൽസ് 3 മൈനസ് വൈ ക്യൂബ് ഹോൾ റേസ് ടു 1 by 3. അപ്പോൾ വാട്ട് ഈസ് വൈയും എക്സും കൂടി ഇൻ്റർചേഞ്ച് ചെയ്താൽ വൈ ഈസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1 by 3. Therefore, f inverse x is equal to 3 minus x square x cube whole raised to 1 by 3. Therefore,
എഫ് ഈക്വൽസ് എഫ് ഇൻവേഴ്സ്. എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ആക്ച്വലി ഈ ചോദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ ഇസ് എക്സ്. പക്ഷേ ഇത് സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ എഫ് ഓഫ് എക്സ് സാധാരണമാതിരി ചെയ്യും. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ്. ഇങ്ങനെയും ചെയ്യാതെ ഇങ്ങനെയും ചെയ്യാം. പക്ഷേ പേഴ്സ്പെക്റ്റീവ് അതാണ്, എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവുക എന്നുള്ളതാണ് പേഴ്സ്പെക്റ്റീവ്. കാരണം ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എഫും എഫ് ഇൻവേഴ്സും ഈക്വൽ ആവുന്ന ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് എന്താ? 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3. അപ്പോൾ ദാറ്റ് വിൽ ബി വാട്ട്? എന്തായിരിക്കും? എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് 3 മൈനസ് എക്സ് ക്യൂബിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? എക്സ് ക്യൂബിൻ്റെ സ്ഥാനത്ത് 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3 ഹോൾ ക്യൂബ് ഹോൾ റേസ് ടു 1/3. ഇനി 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3 ഹോൾ ക്യൂബ് എന്താ? ഇറ്റ് ഈസ് 3 മൈനസ് എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/3. ഇത് 3 വെട്ടിപ്പോകും. എക്സ് ക്യൂബ് റേസ് ടു 1/3 ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ചെയ്യാം. എനിവേ ദ ആൻസർ ഇസ് എക്സ്. ഇനി അഗൈൻ മാട്രിക്സിലെ വേറൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2 മാട്രിക്സസ് എപ്പോഴാണ് ഈക്വൽ ആവുക? അതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് സെയിം ആയാൽ. അപ്പം എക്സും വൈയും വാല്യൂ എന്താണെന്ന ചോദ്യം. കണ്ടോ, ഇവിടെ 7 ഇവിടെ 7 ഇവിടെ 9 ഇവിടെ 9. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വാല്യൂസ് സെയിം ആവണ്ടേ? എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 2 ആവണം, എക്സ് മൈനസ് വൈയുടെ വാല്യൂ 9 4 ആവണം. സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? യു ഗെറ്റ് 2x ഈക്വൽ ടു 6. എക്സിൻ്റെ വാല്യൂ 3 വരും. എക്സിൻ്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ 1 വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 3 1. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 13ൻ്റെ ഐഡിയ. നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ mod x minus x plus 1 is. mod x minus x plus 1 is. നമുക്ക് 2 രീതിയിൽ ഇതിനെ കാണാം. എന്താ അറിയോ? ഈ mod x കണ്ടിന്യൂസ് ആണ്. mod xൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. mod x കണ്ടിന്യൂസ് ആണ്. mod x plus 1 ഇത് mod xൻ്റെ ഗ്രാഫാണ്. mod xൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ശരിക്കും ഇത് ഡിഫറൻഷ്യബിൾ അല്ല, 0 ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ കണ്ടിന്യൂസ് ആണ്. mod x plus 1ൻ്റെ ഗ്രാഫ് എന്താ? ഇവിടെ എങ്ങനെയാണ് ഗ്രാഫ്? ദ ഗ്രാഫ് വിൽ ബി ഷിഫ്റ്റഡ് 1 യൂണിറ്റ് ലെഫ്റ്റ്. അതും അതെ കണ്ടിന്യൂസ് ആണ്. -1 ഡിഫറൻഷ്യബിൾ അല്ല എന്നേ ഉള്ളൂ, പക്ഷേ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് സബ്ട്രാക്ട് ചെയ്താലും കണ്ടിന്യൂസ് ആണ്. അപ്പം mod x minus x plus 1 കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയതുകൊണ്ട് വാട്ട് യു ക്യാൻ സേ? നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻ. ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല അതിന്. അപ്പോൾ ആൻസർ ഇസ് 0. ഇതാണ് അതിൻ്റെ ഷോർട്ടസ്റ്റ് വേ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അതായത് mod x എപ്പോഴും കണ്ടിന്യൂസ് ആണ്, mod x plus 1 കണ്ടിന്യൂസ് ആണ്. അപ്പം mod x കണ്ടിന്യൂസ് ആണ്, mod x plus 1 കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് mod x minus രണ്ട് എന്താണ് ഡിഫറൻസ് ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. ചിലപ്പം ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ mod എഫും കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ എക്സ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് mod x കണ്ടിന്യൂസ് ആണ്. അപ്പോൾ mod x കണ്ടിന്യൂസ് ആണ്, എക്സ് പ്ലസ് 1 കണ്ടിന്യൂസ് ആണ്, അപ്പോൾ mod x plus 1 കണ്ടിന്യൂസ് ആണ്. 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ഥലം ഇല്ല അതിന്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. 13 ക്വസ്റ്റ്യൻ ആൻസർ ഇസ് 0. Exam winner. Crack your exams with Exam Winner and be a true winner.